കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണ്ഡലമാണ് നമ്മൾ ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. 2014 റിസൾട്ട് നോക്കുകയാണ്. UDF LDF ഏകദേശം തുല്യശക്തികളായ മണ്ഡലമാണ്. അതിലൊരു 1200 വോട്ടിന് UDF ജയിച്ചു. NDAക്ക് ഒരു പ്രസൻസ് ഉണ്ട്, 12,000 വോട്ടുണ്ടെന്നേ ഉള്ളൂ. 2014 UDF പിടിച്ച മണ്ഡലം. പക്ഷേ 2021 റിസൾട്ട് നോക്കുകയാണ്, അത് LDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോഴും മാർജിൻ 350 വോട്ടിൽ താഴെ ഉള്ളൂ. അതായത് LDFനും UDFനും അതിശക്തമായ വേരോട്ടമുള്ളൊരു മണ്ഡലമാണ്. NDAയുടെ വോട്ട് കുറയുകയാണ് ചെയ്തത്, 9,000 വോട്ടേ ആയിട്ടുള്ളൂ. 2024 ലോക്സഭയിൽ എന്താണ് മാറ്റം എന്നത്? 2024 ലോക്സഭയിൽ എപ്പോഴും ഈ മലബാർ മേഖലയെ സംബന്ധിച്ച പോലെ ഷാഫി പറമ്പിൽ പൊതുവെ UDF അവിടെ ഒരു വലിയൊരു മുന്നേറ്റം എല്ലാ ലോക്സഭ അസംബ്ലി മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ UDF ഒരു തുല്യശക്തികളായിരുന്ന മണ്ഡലത്തിൽ UDF വലിയൊരു അപ്പർ ഹാൻഡ് എടുത്ത് 23,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിലിന് കിട്ടിയത്. UDF 91,000 വോട്ട് നേടിയപ്പോൾ ശൈല ടീച്ചർ ശക്തമായ കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും LDFന് 68,000 വോട്ടേ കിട്ടിയുള്ളൂ. NDAക്കും സെയിം വോട്ട് 11,000 വോട്ട് അവിടെ പ്രസൻസ് ഉണ്ടെന്നല്ലാണ്ട് കാര്യമായി ഒരു വളർച്ച NDA വന്നിട്ടില്ല. മുന്നണികളുടെ വോട്ട് നോക്കുകയാണെങ്കിൽ കുറ്റ്യാടിയിലെ LDF 70,000 വോട്ടിൽ നിന്ന് 80,000 വോട്ടിലേക്ക് 2021 ഉയർത്തിയെങ്കിലും അത് 24 ആയപ്പോൾ അത് 68,000 താഴുകയാണ് ചെയ്തത്. അതായത് ഒരു 12,000 വോട്ടിൽ വ്യത്യാസം കുറവ് വന്നിട്ടുണ്ട്. UDF അതേസമയം 71,000 നിന്ന് 79,000 ഉയർന്നു. അത് വീണ്ടും ഉയർന്നു 91,000 ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു ഉയർച്ച UDFന് ഈ മണ്ഡലത്തിലുണ്ട്. NDA സംബന്ധിച്ച് സെയിം വോട്ട് കൂടുകയാണ്. ഇടയ്ക്കൊരു ഡിപ്പായി 12,000 നിന്ന് 9,000 കുറഞ്ഞു. അത് വീണ്ടും 12,000 തന്നെ 11,000 സംതിങ് വോട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 11,000 12,000 വോട്ടൊന്നും അല്ലാണ്ട് ഒരു സ്വാധീന ശക്തിയല്ല NDAയുടെ, ഒരു പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ. 3 ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ UDF 2016 UDFന്റെ ഇരുന്ന മണ്ഡലത്തെ 2021 LDF തിരിച്ചു പിടിച്ചു. എന്നാലും വളരെ 1000 താഴെ മാർജിനിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ 2024 ലോക്സഭയിൽ UDF ഒരു വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഈ കുറ്റ്യാടി ഈ ലോക്സഭ റിസൾട്ട് പോലെ തന്നെ വരുമെന്നാണ്. UDF എടുക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ മണ്ഡലമാണ്.